ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ വിജയലക്ഷ്മി പറയുക, നിന്നെ ഞാൻ മരുമോളായിട്ടല്ല, എൻ്റെ സ്വന്തം മകളായിട്ടാണ് സ്നേഹിച്ചത്. നിന്നെ ഞാൻ എന്നെ എൻ്റെ പൊന്നു മോളെ പോലെയാണ് ഞാൻ സ്നേഹിച്ചത്. പക്ഷേ നിന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയാത്തതിൻ്റെ വേദന എനിക്കുണ്ടായിരുന്നു മോളെ. ഇപ്പം എല്ലാം മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിനെ കരയുക. വിഷമിക്കണ്ട, ഇനി എന്തായാലും നമ്മളുണ്ടാവും അമ്മയുടെ ഒപ്പം കേട്ടല്ലോ. നമ്മൾ ഒരുമിച്ചാണ് ഇനി മുതൽ. പിന്നെ എനിക്ക് അമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് കേട്ടതും എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അല്ലമ്മേ, കണ്ണേട്ടനും അച്ഛനും അമ്മയും എങ്ങനെയാണ് പിരിഞ്ഞത്? കണ്ണേട്ടനും അമ്മയും തമ്മിൽ ഇത്രയും വെറുക്കാൻ കാരണം എന്താ? കണ്ണേട്ടന് അമ്മയോട് എന്തിനാ ഇത്രയും ദേഷ്യം? അതാ എനിക്ക് അറിയേണ്ടത്, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് കേട്ടതും വിജയലക്ഷ്മി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ രഞ്ജു, എൻ്റെ ഗീതു, ഇതിനെക്കുറിച്ച് ഞാൻ കുറേ ചോദിച്ചതാ. എവിടെന്ന് അമ്മ പറയണ്ടേ? പറഞ്ഞാലല്ലേ എനിക്കും ഇതൊക്കെ അറിയാൻ പറ്റുമോ? ഒന്നും പറയുന്നില്ല. പറയാതിരിക്കണോണ്ട് ഭയങ്കര സങ്കടമുണ്ട്. പറ അമ്മേ, ഗീതു ചോദിച്ചതിനുള്ള മറുപടി കൊടുക്ക്. അമ്മയും ഗോവിന്ദേട്ടനും കൂടെ പിരിയാൻ എന്താ കാരണം? അമ്മയിൽ നിന്നും ഇത്രയും അമ്മയുടെ മോൻ അകന്നു പോയത് എന്താ? അതൊക്കെ കേട്ടതും വിജയലക്ഷ്മിയുടെ മനസ്സ് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പേടിയായി. കാരണം മാധവൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ടാണ് വിജയലക്ഷ്മി സത്യം ചെയ്തത്. ഒരിക്കലും ഈ രഹസ്യം ആരോടും പറയില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, ഞാൻ ഈ രഹസ്യം ആരോടും പറയില്ല. എനിക്കത് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ കണ്ടുപിടിക്കുക അമ്മേ. അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താന്ന് പറ അമ്മേ എന്നും ചോദിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി നേരെ വെളിയിലേക്ക് പോയി. എന്നിട്ട് വെളിയിലെ ഉമ്മറത്തെ തൂണിൽ ചാരി നിന്ന് കരയുക. എന്താ അമ്മയുടെ പ്രശ്നം? എന്താണെങ്കിലും പറഞ്ഞാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ല മോളെ, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി കരയുക. അമ്മ നോക്ക്, അമ്മ എന്നോട് പറയരുതെന്ന് വിചാരിച്ചു നിന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലേ? എങ്ങനെയെങ്കിലും ഞാൻ അറിയേണ്ടതാണ് എന്നുള്ള കാര്യമാണെങ്കിൽ ദൈവം അതെന്നെ അറിയിക്കും. എനിക്കറിയണം. അമ്മ പറ, എന്താ സംഭവിച്ചതെന്ന് അമ്മ പറ. അതൊരു വലിയ പകിടകളിയായിരുന്നു മോളെ. ചൂതാട്ടം, എൻ്റെയും മാധവേട്ടൻ്റെയും കണ്ണൻ്റെയും ജീവിതത്തിലേക്ക് വന്ന ചൂതാട്ടം. ആ ചൂതാട്ടമാണെങ്കിൽ അതിൽ കള്ളക്കളി കളിക്കാൻ ഒരാളുണ്ടായി കാണുമല്ലോ. ആരാ അത്? അതാരാ? എനിക്കറിയണം. അമ്മയുടെയും ഗോവിന്ദേട്ടൻ്റെയും ഇടയിലേക്ക് കയറി വന്ന ആ കള്ളക്കളിക്കാരൻ ആരാണ്? രാധികാമ്മയാണോ എന്നും ഗീതു ചോദിക്കണം. അത് കേട്ടതും മതി, ഇനി ഇതിൽ കൂടുതൽ നീ എന്നോടൊന്നും ചോദിക്കേണ്ട. അമ്മയ്ക്കത് പറയാൻ കഴിയില്ല. അത്ര വലിയ വാക്ക് കൊടുത്തു പോയതാ അമ്മ. ഒരു വാക്ക്. എന്തായാലും നാടകം കളിച്ച് അവസാനം സ്വന്തം ജീവിതം തന്നെ ഒരു നാടകമായി മാറിയില്ലേ? ഇനിയെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലല്ലേ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കൂ. മോളെ, ഒരിക്കലെങ്കിലും എൻ്റെ ഗോവിന്ദ് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ എന്നെ തള്ളിപ്പറയുമ്പോഴും എന്നെ തള്ളിക്കളയുമ്പോഴും എനിക്ക് വേദനകൾ ഒരുപാടാണ്. എൻ്റെ മോൻ എന്നെങ്കിലും സത്യം മനസ്സിലാക്കി വരണം. നീ പറഞ്ഞു കൊടുത്തിട്ടല്ല അവനത് മനസ്സിലാക്കേണ്ടത്, അവൻ സ്വന്തമായിട്ട് അറിഞ്ഞു വരണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോൾ ഈ അമ്മ എങ്ങനെയാണ് മോളെ എല്ലാം നിന്നോട് തുറന്നു പറയുന്നത്? അമ്മയ്ക്ക് അതിന് കഴിയുമെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മയ്ക്ക് അതിന് വിലക്കാണ്. അമ്മയുടെ മോൻ്റെ തലയിലും എൻ്റെ ഭർത്താവിൻ്റെ ചിതാഭസ്മത്തിലും തൊട്ട് ഞാൻ സത്യം ചെയ്തു പോയി. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോള് തന്നെ പറ. എനിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പറ്റുമോ? അമ്മേ, ഈ വാക്കൊക്കെ വെറും ഒരു ചാക്ക് പോലെയാ. അമ്മ പറ. എന്താണെങ്കിലും അമ്മയെ സഹായിക്കാൻ ഞാനുണ്ട്, ഞാൻ അമ്മയുടെ ഒപ്പമുണ്ട്. എന്തായാലും അമ്മ രാധികാമ്മയാണ് അതിന് പിന്നിലെന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവരെ അറയ്ക്കലിൽ നിന്നും ഇറക്കി വിടേണ്ട കാര്യം ഞാനേറ്റു. പിന്നെ ഒരിക്കലും അവർക്ക് അറയ്ക്കലിൽ സ്ഥാനം ഉണ്ടാവില്ല. ഞാനാ വാക്ക് തരുന്നേ. അതൊക്കെ നീ തന്നെ കണ്ടുപിടിക്കുമോളെ, ഞാനായിട്ടൊന്നും പറയില്ല. ഇതാ കുഴപ്പം, ഇത് തന്നെയാ കുഴപ്പം. എല്ലാം നീ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലുണ്ടല്ലോ അമ്മയുടെ ജീവിതം തന്നെ എങ്ങനെ ആയി പോകുന്നത്. അമ്മയുടെ മകനെ അമ്മയ്ക്ക് വേണ്ടേ? അമ്മയുടെ മകൻ അമ്മേനെ അമ്മയെന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കണ്ടേ? എന്താ നീ പറഞ്ഞേ? അമ്മയുടെ മകൻ എൻ്റെ മകനെ എനിക്ക് വേണ്ടേന്നോ? എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ? ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. അപ്പോഴും എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നെക്കുറിച്ച് ആലോചിച്ച് അവൻ എന്നെ ഞാൻ കാണാതെ അന്വേഷിക്കുന്നുണ്ടാവുമെന്ന, ഞാൻ കാണാതെ എന്നെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന. അങ്ങനെ സമാധാനിച്ച ഞാൻ ഉറങ്ങുന്നത്. പക്ഷേ ഓരോ ദിവസവും അവൻ എന്നെ വെറുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് എനിക്ക് മാത്രമല്ലേ മോളെ അറിയൂ. എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോരോ കഥകൾ ഞാൻ തന്നെ എന്നോട് പറയും. അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അത് കേട്ടതും എന്താ അമ്മ ഇത്? അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാ ഈ സമയം. അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഇനി അമ്മ കൂടുതലൊന്നും പറയണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ചുണ്ട്. രാധികാമ്മയാണ് അവിടെ പ്രശ്നമെങ്കിൽ രാധികാമ്മയ്ക്ക് ഒരു വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ സമയം രഞ്ജു വിജയലക്ഷ്മിയോട്, അമ്മേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇത്ര എത്തി,
എന്തായാലും ഗീതു എല്ലാ സത്യം അറിഞ്ഞു. ഇങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുകയാണ്. അത് കേട്ടതും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗീതു പ്രശ്നം വഷളായി. ഇനി എന്തായാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തല്ലേ പറ്റൂ ദാസ എന്നും അത് കേട്ടതും ഒന്ന് പോടി, നീ എന്താ കളിയാക്കുവാണോ? കളിയാക്കുകയല്ല, ഇവിടെ നമ്മളൊരു നാടകം കളി തുടങ്ങുക. എന്തായാലും എന്നെ സത്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ അമ്മ കളിച്ചില്ലേ നാടകം, അതുപോലെ ഞാനും ഒരു നാടകം കളി കളിക്കാൻ പോവുക. അങ്ങനെ വല്ലതും ഇനി സംഭവിക്കും അമ്മ. എന്തായാലും രാധികാമ്മ ഇനി അറയ്ക്കലിന് പുറത്തായിരിക്കും. അവരെ പുറത്താക്കുന്നത് വരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ രാധിക അടങ്ങിയിരിക്കില്ല. ഞാനും നീയും ഇവളൊക്കെ ഒറ്റക്കെട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കണ്ണനെയും തമ്മിൽ പിരിക്കാൻ അവൾ പല അടവും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേണ്ട, ഇത് അവൾ അറിയണ്ട. അറിയട്ടെ അമ്മേ. ഇതറിഞ്ഞെങ്കിലും രാധികാമ്മയുടെ ഉറക്കം നഷ്ടപ്പെടണം. ഇത്രയും നാളും അറയ്ക്കൽ തറവാട്ടിൽ കയറി അധികാരം കാണിച്ച ആ സ്ത്രീ ഇനി സമാധാനത്തോടെ ഉറങ്ങരുത്. അമ്മയുടെ സമാധാനവും അമ്മയുടെ സന്തോഷവും തല്ലിക്കിടത്തിയ അവരിനി സമാധാനത്തോടെ ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു വലിയ പ്ലേ കളിക്കാൻ പോവുക, ഒരു വലിയ ഗെയിം. ആ ഗെയിമിൽ നമ്മൾ ജയിക്കും, നമ്മൾ തന്നെ ജയിക്കും. അതിൽ കണ്ണേട്ടനും ഉണ്ടാവും. അവസാനം അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രാവശ്യമല്ല, ജീവിതകാലം മുഴുവനും അമ്മയെ ചേർത്ത് പിടിച്ച് പല പ്രാവശ്യം കണ്ണേട്ടൻ അമ്മേ അമ്മേ അമ്മയെന്ന് വിളിപ്പിക്കും ഈ ഗീതു എന്നും പറയുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറയാലോ, അമ്മയുടെ മനസ്സിന് ഇപ്പം തന്നെ ഒരാശ്വാസം കിട്ടി. കാരണം പറയുന്നത് നീ ആയതുകൊണ്ട് അമ്മയ്ക്കറിയാം അത് നടക്കുമെന്ന്. കാരണം രഞ്ജുവിൻ്റെ കാര്യത്തിൽ നീ ഒരു ഉറപ്പ് പറഞ്ഞു. ആ ഉറപ്പ് പോലെ തന്നെ എല്ലാം സംഭവിച്ചു. പക്ഷെ രഞ്ജു അല്ല ഗോവിന്ദ്, അവന് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. എന്നെപ്പറ്റി രാധിക പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അത് പലതും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരമ്മയെ സ്നേഹിക്കാൻ ആ മകന് കഴിയും. അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു. രാധികാമ്മ എന്ന് പറയുന്നവർ കണ്ണേട്ടനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു എന്ന് ഞാൻ കണ്ണേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അങ്ങനെ കണ്ണേട്ടൻ അമ്മയെന്ന് വിളിക്കും. അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും നാളും അമ്മയെന്ന് വിളിച്ച സ്ത്രീയുടെ വഴി തെറ്റായ വഴിയായിരുന്നു എന്ന് എൻ്റെ കണ്ണേട്ടന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇത് ഈ ഗീതുവിൻ്റെ വാക്ക എന്നൊക്കെ പറയാണ്. നടക്കുമോ മോളെ? നടക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഇനി കളിക്കാൻ പോകുന്ന കളിയാണ് യഥാർത്ഥ കളി. എന്തായാലും ഇത്രയും നാൾ നമ്മൾ നാടകം കളിച്ചില്ലേ? എൻ്റെ ഗീതു പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. എന്തായാലും ഞാൻ ഇതിൽ വിജയിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ഗോവിന്ദൻ്റെ ഫോണ് ഗോവിന്ദേട്ടനെ വിളിക്കുന്നേ. അയ്യോ ഗീതു, എന്നെയും ഗോവിന്ദേട്ടനും കുറേ പ്രാവശ്യം വിളിച്ചു. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. എന്തായാലും നീ എടുക്കും മോളെ, നീ എടുക്കാതിരുന്ന അവന് ടെൻഷനാവും. ശരി അമ്മേ, എന്ന് ഞാൻ എടുക്കാം എന്നും പറഞ്ഞ് ഗീതു വെളിയിലേക്ക് പോയി. ഹലോ, എന്താ കണ്ണേട്ടാ? നീ ഇത് എവിടെയാ ഗീതു? രഞ്ജു എവിടെയാ ഉള്ളത്? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇത്ര നേരമായി രഞ്ജുവിനെ വിളിക്കുന്നു. അവളെന്താ ഫോൺ എടുക്കാത്തേ? അത് കേട്ടതും അതെനിക്കറിയില്ല കണ്ണേട്ടാ, ചിലപ്പോൾ അവൾ ഉറങ്ങുമായിരിക്കും. എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തവൾ എങ്ങനെയാണ് നീ വിളിച്ചാൽ ഫോൺ എടുക്കുന്നേ? എന്തായാലും എനിക്ക് രഞ്ജുവിനെ കാണണം. അതിനെന്താ, ഞാൻ പറയുന്നിടത്തേക്ക് കണ്ണേട്ടൻ വന്നാൽ ഞാൻ രഞ്ജുവിനോട് ലൊക്കേഷൻ അയച്ചു വിടാൻ പറയാം. അല്ല, നീയല്ലേ അവളെ കൊണ്ടാക്കിയത്, പിന്നെ നിനക്ക് ആ സ്ഥലം അറിയില്ലേ? അയ്യോ, എനിക്ക് ആ സ്ഥലം കൃത്യമായിട്ട് അറിയില്ല കണ്ണേട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ലൊക്കേഷൻ അയച്ചു വിടാമെന്ന്. എന്തായാലും രഞ്ജുവിനെ വിളിച്ച് ഞാനൊന്ന് പറയട്ടെ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നീ വിളിച്ചാൽ എടുക്കുന്നേ? അതൊക്കെ എടുക്കും. ഞാൻ അവിടുത്തെ വാർഡനെ വിളിക്കാം. എന്നാൽ പിന്നെ വാർഡൻ്റെ നമ്പർ ഞാൻ വിളിക്കാം. ലേഡീസ് ഹോസ്റ്റലല്ലേ കണ്ണേട്ടാ, ചിലപ്പോൾ ആണുങ്ങൾ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ശരിയാ, എന്നാൽ പിന്നെ നീ തന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യാം. ഈ സമയം ഗീതു വേഗം അകത്തേക്ക് ചെന്നു. ഞാൻ ഈ പ്ലേയുടെ സ്റ്റാർട്ടിങ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ കളിയിൽ വിജയിക്കും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രഞ്ജു, നീ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ ഫോൺ എടുത്ത് ഈ വീടിൻ്റെ ലൊക്കേഷൻ കണ്ണേട്ടന് അയച്ചു കൊടുക്ക്. അയ്യോ, ഈ വീടിൻ്റെ ലൊക്കേഷനോ? അത് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കളിയുടെ ആദ്യത്തിൻ്റെ തുടക്കമായത്. ഈ കളി അവസാനിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കും, ഞാനും ഉണ്ടാവും ഒപ്പം എന്നും ഇത് പറയുക. അതൊക്കെ നടക്കുമോ? എടി നാത്തൂനെ, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ എടുത്ത് കണ്ണേട്ടന് ഇതൊക്കെ അയച്ചു കൊടുക്ക് എന്നും പറയുക. അത് കേട്ടതും അവൻ്റെ സ്വഭാവം അറിയില്ല. അവനെങ്ങനെ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ പ്രശ്നവും. ഒരു പ്രശ്നം ആവില്ല അമ്മേ, ഞാൻ പറയുന്നത് പോലെയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല എന്നും പറഞ്ഞ് ഗീതു കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാത്ത വിധത്തിലെല്ലാം പറഞ്ഞു കൊടുക്കുക. അതെല്ലാം കേട്ടപ്പോൾ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ അവനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ പറയുന്നത്.
അവനെ ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല. അത് കേട്ടതും പിന്നെ എൻ്റെ കണ്ണേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ കണ്ണേട്ടന് ഉറപ്പായിട്ടും അവിടെ വീഴും. ഗീതു, ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനെ വിടാതെ രഞ്ജു, ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനെ വിടാതെ മുറുക്കെ പിടിച്ചോണം. ഗോവിന്ദേട്ടൻ സമ്മതിക്കോ? സമ്മതിക്കും, ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞ് ഗീതു, എന്നാൽ ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട് നീ പോവുക? അയ്യോ, അപ്പം നീ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുക. അയ്യടാ, നിങ്ങൾ അമ്മയും മകനും ഒന്നിക്കുന്ന സ്ഥലത്ത് ഞാനെന്തിനാ എന്നും ഗീതു ചോദിക്കുക. അത് വേണ്ട, ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് നീ ഇവിടെ ഉണ്ടാവണം. ആഹാ, എന്നിട്ട് ചീത്ത മുഴുവൻ എനിക്ക് കേൾക്കാനല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചീത്ത കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് വെച്ചാൽ പറയുകയോ പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതെ, ഞാൻ കൃത്യസമയമാകുമ്പോൾ എത്തിക്കോളാം. അയ്യോ, നീ പോവല്ലേ ഗീതു, നീ പോയാൽ ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകും. ഇല്ല, ഞാൻ പോയേ പറ്റൂ, എനിക്ക് പോയാലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പോകാനായിട്ട് ഒരുങ്ങണം. അത് കണ്ടതും വിജയലക്ഷ്മിയും രഞ്ജു ആകെ പേടിച്ചു. ഗീതു, നീ പോകല്ലേ, നീ പോയാൽ പ്രശ്നമാവും. നീ പോയി കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ ഞങ്ങളെ കടിച്ചു കീറാൻ വരും. ഒരിക്കലും ഇല്ല, എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു വെളിയിലേക്ക് പോവുക. അപ്പോൾ അജാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായി ഗീതു കാര്യങ്ങളൊക്കെ? ഇക്ക, വിജയലക്ഷ്മി അമ്മയെയും കണ്ണേട്ടനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി പോവുക ഞാൻ. അവരെ ഒന്നിപ്പിക്കണമെന്നുള്ളത് ഇക്കയ്ക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. യഥാർത്ഥ അമ്മയും മോനും അല്ലേ ഒന്നിക്കേണ്ടത്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയും മോനും ഒന്നിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അവരെ ഒന്നിക്കണം, അവരാ ഒന്നിക്കേണ്ടത് എന്നും അജാസ് പറയുകയാണ്. അത് കേട്ടത് കൂടെ ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും ഈ ഭൂതം ചെയ്തു തന്നേക്കാം. അത്ര വലിയ ഭൂതത്തിൻ്റെ പണിയൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്ന കാര്യമൊന്നും ചെയ്തു തന്നാൽ മതി, അതൊക്കെ ഞാൻ ചെയ്തുതരാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇക്ക ഗോവിന്ദേട്ടൻ ഇവിടെ വരുമ്പോൾ അവരെ രഞ്ജുവും അമ്മയും കൂടെ പിടിച്ചു വെച്ചോളും ഗോവിന്ദേട്ടനെ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ധ്യാനിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. ഗോവിന്ദേട്ടൻ്റെ മുന്നിലേക്ക് ധ്യാനിനെയും കൂട്ടി ഞാൻ വരുമ്പോൾ ഗോവിന്ദേട്ടൻ്റെ മുൻപിൽ ഞാനൊരു വലിയ ആളാവും. അങ്ങനെ വേണം ചെയ്യാൻ. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് അജാസിക്ക നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി ധ്യാനിനെ വിളിച്ചുകൊണ്ട് വാ. ഞാൻ ഒറ്റയ്ക്ക് പോയി എങ്ങനെ ശരിയാവുന്നേ? എന്നാൽ പിന്നെ എൻ്റെ പെങ്ങളും കൂടെ വാ. ഞാൻ വന്നാൽ ശരിയാവില്ല, ഞാൻ വന്നാൽ ചിലപ്പോൾ ഇവിടെ വല്ല പ്രശ്നമായാൽ കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജാസിക്ക പോയിട്ട് വരാൻ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് കാറി കയറി അങ്ങ് പോവുക. അജാസ് പോയി കഴിഞ്ഞതും ഗീതു നേരെ വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ പോയില്ലേ? അയ്യടാ, അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടിട്ട് അമ്മായിയമ്മയ്ക്കും നാത്തൂനും കൂടെ എൻ്റെ കുറ്റമൊക്കെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കാനല്ലേ? ഒന്ന് പോടി ഇവിടുന്ന്. അവളുടെ തമാശ. അതെ, ഞാൻ പോണില്ല, ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാന്ന് വെച്ചു. എന്തായാലും സമാധാനമായി. നീ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനം ഗീതു. അത്രയും നേരം നിന്നെ അവനെ പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറയുക. അതെ, ഞാനിങ്ങനെ നിങ്ങളുടെ ഒപ്പം ഇരിക്കില്ല. എന്തായാലും കണ്ണേട്ടൻ വരുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങളായിരിക്കണം കണ്ണേട്ടനെ പറഞ്ഞ് നിർത്തേണ്ടത്. അത് കേട്ടതും അയ്യോ, അതെങ്ങനെ സാധിക്കും? അതൊക്കെ സാധിക്കും. കണ്ണേട്ടനെ വിശ്വസിപ്പിച്ച് നിങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ധ്യാനുമായിട്ട് ഞാൻ മാസ് എൻട്രി നടത്തും. അപ്പോൾ നീ ധ്യാനെ വിളിക്കാൻ പോയില്ലല്ലോ. ധ്യാനെ വിളിക്കാൻ അജാസിക്ക പോയിട്ടുണ്ട്. അജാസിക്ക ധ്യാനെ വിളിച്ചുകൊണ്ട് വരുന്നതുവരെ ഞാനിവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കും. അങ്ങനെ ഗോവിന്ദേട്ടൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചും പിടിച്ചൊക്കെ നിർത്തണം. അത് കേട്ടതും ഗീതു, ഗോവിന്ദേട്ടൻ എന്നോടുള്ള ഇഷ്ടം പോലും ഇല്ലാതെയാവും. അത് മാത്രമല്ല, അമ്മയുമായിട്ട് ഞാൻ ഒന്നിച്ചു പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല രഞ്ജു, നീ സമാധാനമായിട്ടിരിക്കേ. ഞാൻ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ അമ്മയും മക്കളെ ഒന്നിപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കേട്ടതും ശരി, നീ പറഞ്ഞതൊക്കെ അനുസരിക്കാം. പക്ഷെ ഗോവിന്ദു വന്ന് എന്തായാലും ഉടക്കുണ്ടാക്കി എന്ത് ചെയ്യും? ഒരു ഉടക്കും ഉണ്ടാക്കില്ല. അമ്മ നോക്കിക്കോ, കണ്ണേട്ടൻ വന്ന് നിങ്ങളോടൊക്കെ സന്തോഷമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ധ്യാനിനെ കണ്ടു കഴിയുമ്പോൾ കണ്ണേട്ടന് നല്ല സന്തോഷമാവും. ധ്യാനിനെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരികയും ധ്യാനിനെ കണ്ടതുകൊണ്ടാണ് രഞ്ജു ഇവിടെ നിന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ ദേഷ്യം മുഴുവനും പോകും. പിന്നെ ഇവളെ ധ്യാനിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അമ്മയല്ല എന്നും ധ്യാനിൻ്റെ കഷ്ടത കൊണ്ടാണ് ധ്യാൻ കാനഡയിലേക്ക് പോയതെന്നും ഗോവിന്ദേട്ടൻ വിശ്വസിച്ച പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ അമ്മയുടെ പിന്നിലുള്ള എല്ലാ കഥകളും കള്ളമായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ്റെ മനസ്സിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ കളിക്കാൻ പോകുന്നത് വലിയൊരു പ്ലേ ആണ്. ഈ നാടകം കളിയിൽ നമ്മൾ ജയിക്കണം. കണ്ണേട്ടനെ നമ്മൾ വിശ്വസിപ്പിക്കുകയും ചെയ്യണം. രാധിക, അവർ തോക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഞാനിപ്പം മാറി നിൽക്കും. നിങ്ങളെല്ലാവരും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. എന്താ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അത് കേട്ടത് കൊള്ളാം, ബുദ്ധിയൊക്കെ കൊള്ളാം. പക്ഷെ അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഈശ്വര, വന്നു കയറി എന്നെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ വരുന്നത് പോലെ അവൻ വരും. ആ ഒരു പേടിയുണ്ട് മോളെ. പേടിക്കണ്ടമ്മേ. എന്തായാലും കണ്ണേട്ടന് നമ്മൾ ഒന്നിക്കുമെന്നുള്ള കാര്യം
ഞാൻ വാക്ക് തന്നതല്ലേ, അമ്മയെ ഈ ജീവിതകാലം മുഴുവനും ചേർത്ത് പിടിച്ച അമ്മയെന്ന് കണ്ണേട്ടനെ കൊണ്ട് വിളിപ്പിക്കുമെന്ന് ഞാൻ വാക്ക് തന്നിരിക്കുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാം. അതുകൊണ്ട് എന്തായാലും നമ്മൾ വിജയിക്കും. ഗിതു, നിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് നിന്നോടൊപ്പം ഒരുപാട് കാലം നിൻ്റെ നാത്തൂനായിട്ട് ജീവിക്കാൻ ആഗ്രഹം തോന്നുക. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ രഞ്ജുവിനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.